കുപ്പികളിൽ ഓർക്കിഡ് വിരിയിക്കാം. ആദ്യമായി വേണ്ടത് നല്ല ഉറപ്പുള്ള കുപ്പി, ഗ്ലാസിൻ്റെ മദ്യക്കുപ്പികളോ അല്ലെങ്കിൽ സാധാരണ കുപ്പികളോ ഒക്കെ ആവാം. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക്കിൽ ഇവ അത്ര കണ്ട് ഫലപ്രദമായി തോന്നുന്നില്ല. ഇനി പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ സാധാരണ ഇതിൽ ചുറ്റുന്ന തുണിയുടെ അളവ് 2-3 ഇരട്ടി കൂട്ടേണ്ടിയും വരും. എന്നാൽ കുപ്പി ഗ്ലാസോ അല്ലെങ്കിൽ കുപ്പിയോ ആണെങ്കിൽ, ഗ്ലാസ് കുപ്പിയോ ആണെങ്കിൽ അതിൽ ഒറ്റ ലെയർ മാത്രമേ ഇതിൽ ചുറ്റിയെടുക്കുന്ന തുണി ആവശ്യമുള്ളൂ. ഇതിൽ തുണി ചുറ്റിയെടുക്കുന്നത് നമ്മുടെ ജീൻസോ അല്ലെങ്കിൽ ജീൻസ് പോലുള്ള കട്ടിയുള്ള വസ്ത്രങ്ങളോ ഒഴിവാക്കുന്നുണ്ടല്ലോ, അവ കീറി നല്ലപോലെ വരിഞ്ഞ് മുറുക്കി 4 ഭാഗവും ഒരേപോലെ വലിച്ച് അടിഭാഗവും മടക്കി വെച്ച് 4 ഭാഗവും ഇത് ഊർന്നു പോവാത്ത രീതിയിൽ ആദ്യമായി കെട്ടിവെക്കുക. ശേഷം ഓർക്കിഡിൻ്റെ മുള വന്ന കമ്പ്, അതായത് വേര് ഏകദേശം തുടങ്ങിയ കമ്പ് വളരെ ശ്രദ്ധയോടെ ബ്ലേഡൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡെറ്റോളിൽ ഒന്ന് തുടയ്ക്കുകയോ ചെയ്ത് മുറിച്ചെടുക്കുക. ശേഷം ആ കൊമ്പ് കെട്ടിവെച്ച ജീൻസിന് മുകളിൽ പതിഞ്ഞു നിൽക്കുന്ന പോലെ അതിൻ്റെ വേര് കുപ്പിയോട് ചേർത്ത് തുണി കൊണ്ടോ അല്ലെങ്കിൽ വാഴനാര് കൊണ്ടോ നല്ലപോലെ കെട്ടിവെക്കുക. അതിൻ്റെ തടിഭാഗം പ്ലാസ്റ്റിക് കെട്ടിയാലും പെട്ടെന്ന് ദോഷമൊന്നും വരില്ല. എന്നാൽ അടിഭാഗത്ത് പ്ലാസ്റ്റിക് കെട്ടിയാൽ വേര് വരുന്നത് അല്പം താമസിച്ചാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ തുണിയോ അല്ലെങ്കിൽ വാഴനാരോ ഉപയോഗിച്ച് കെട്ടുന്നതായിരിക്കും ഇതിന് നല്ലത്. ഇതിന് ആകെ വേണ്ടത് ഇത് തൂങ്ങിക്കിടക്കുക എന്നതാണ്. അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ ഇത് നിലത്ത് വയ്ക്കരുത്. തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിനെ കെട്ടിവെച്ച് ദിവസേന ഒരു നേരം നല്ലപോലെ നനയ്ക്കുക. അതിൻ്റെ തടിയും ഇലയും കുപ്പിയും ആകെ നനയുന്ന രീതിയിൽ ഒരു നേരം മാത്രം ഓരോ ദിവസവും നനയ്ക്കുക. അത് ഇന്ന സമയമൊന്നുമില്ല, ഏകദേശം അതിൻ്റെ വലിവ്, അതിൻ്റെ നനവ് പോകുമ്പോഴങ്ങ് ചെയ്താൽ മതി. ഇതിൽ വിരിയുന്ന പൂക്കൾക്ക് വളരെ ഭംഗിയാണ്. കാണാനും ഏറെ വലുപ്പത്തിലാണ് ഇവ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഓർക്കിഡിനേക്കാൾ അല്പം വലുപ്പം കൂടി ഇവയിൽ വിരിയുന്ന പൂക്കൾക്ക് വലുപ്പം കാണാറുണ്ട്. ഇതിന് വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഈ കുപ്പി കെട്ടുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുപ്പിയിൽ ജീൻസോ അല്ലെങ്കിൽ ചവിട്ടി തന്നെ, നമ്മളുടെ വീടുകളിലുള്ള ചവിട്ടിയോ ഒക്കെ നല്ലപോലെ വലിഞ്ഞ് മുറുക്കി കെട്ടണം എന്ന് മാത്രം. അവ കെട്ടിവെച്ച് നല്ലപോലെ ഇവയോട് ചേർത്ത് കയറ് കെട്ടി, ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കപ്പുകളാണെങ്കിൽ അതിന് പിൻഭാഗത്ത് ചവിട്ടിയോ അല്ലെങ്കിൽ കട്ടിത്തുണിയോ ഇതുപോലെ കെട്ടിപ്പിടിപ്പിക്കുക. അതിനുള്ളിലേക്ക് ഓർക്കിഡിൻ്റെ തണ്ടങ്ങിറക്കി കൊടുക്കുക. സാധാരണ പോലെ തന്നെ കെട്ടിവെച്ച് ദിവസേന ഒരു നേരം നനച്ചാൽ ഓർക്കിഡ് നല്ല പുഷ്ടിയായി വളരും, നല്ല പൂക്കളും തരും. അധികവും ഓർക്കിഡുകൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെയാണ് പൂക്കാറുള്ളത്. എന്നാൽ വിവിധ കൊമ്പുകൾ ഉപയോഗിച്ചാൽ, അതായത് ഒരേ സമയത്തുള്ള കൊമ്പുകളല്ലാതെ ഉപയോഗിച്ചാൽ അധിക സമയവും പൂക്കൾ നിറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് തന്നെ ഇതിൽ കെട്ടിവെക്കുന്ന കമ്പുകൾക്ക് ഒരേ ദിവസം കമ്പ് നട്ടാൽ അവയ്ക്ക് പൂക്കൾ കുറവായിട്ടാണ് കാണാറുള്ളത്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും ചുരുങ്ങിയത് 180 ദിവസം ഒരു കമ്പിൽ നിന്ന് പൂ വരാൻ എടുക്കും. അതിനു മുന്നേ കൃത്രിമ വളങ്ങൾ ചെയ്ത് ഉണ്ടാക്കുന്ന ചെടികൾക്ക് ആയുസ്സും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുക മാത്രമാണ് ഈ പൂക്കൾ ഉണ്ടാവാൻ ഏക മാർഗം. കാത്തിരിപ്പിനൊടുവിൽ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത്രമാത്രം ഭംഗിയിൽ ഇവ പൂക്കൾ തരും. ഇനി കുപ്പികൾ കിട്ടിയാൽ ഒഴിവാക്കേണ്ട, ഇതുപോലെ ജീൻസോ കട്ടിയുള്ള തുണികളോ വെച്ച് കെട്ടി നല്ലപോലെ ഓർക്കിഡ് ഉണ്ടാക്കിക്കോളും. നല്ല പൂക്കൾ തരും, നല്ല ഭംഗിയാർന്ന പൂക്കൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
അഷിത് ബ്ലോഗിനോടൊപ്പം ചേരുക. അഷിത് ബ്ലോഗ്.